ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ കാവ്യ. എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും? ഇന്നലെ നമ്മൾ എല്ലാവരോടും നിൽക്കുമ്പോഴല്ലേ ശൈലേഷ് ചേട്ടൻ അവിടെ വാതിൽ തുറക്കാൻ വേണ്ടിട്ട് പോയത്. അതിന് നമ്മളെല്ലാരും കൂടെ ഉണ്ടായിരുന്നില്ലേ? എന്നാലും ലോക്ക് തുറന്ന ശൈലേഷ് അല്ലേ. ഇനി നമ്മളില്ലാത്തപ്പോ ആ ലോക്ക് തുറക്കില്ലെന്ന് ആര് കണ്ടു? എന്റെ പൊന്നു കാവ്യേ, ഞാൻ വിചാരിച്ചത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഓവർ തിങ്കർ ഞാനാണെന്നാ. പക്ഷെ നീ എന്നെയും കടത്തി വെട്ടിച്ചല്ലോടി. ടെൻഷൻ കൊണ്ടാ. ഞാൻ 9ൽ പഠിക്കുമ്പോഴാണ് അച്ഛനും അമ്മയും ഡിവോഴ്സ്ഡ് ആവുന്നേ. റിലേഷൻഷിപ്പ് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. പിന്നെ ശൈലേഷ് വന്നപ്പോഴാ. ഇനി അവനും കൂടെ പഴിച്ചു പോയാൽ ഞാൻ പോയി കെട്ടി തൂങ്ങിച്ചാവും. നോക്കിക്കോ. നീ ഇങ്ങ് നോക്കിയേ, ഞാൻ നിന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്കും കുറച്ചൊക്കെ അവനറിയാലോ. കയ്യിലിത്തിരി ഉടായിപ്പുണ്ടെന്നേ ഉള്ളൂ. ആള് ഡീസന്റാ. നീ ടെൻഷൻ അടിക്കാതിരിക്കും, നമുക്ക് നോക്കാം. ഹായ്. കുറച്ച് പായസാണ്, ഞാൻ ഉണ്ടാക്കിയതാ. ബർത്ത്ഡേ ആണോ? ഏ ചുമ്മാ. ഇവിടെ കൂട്ടം കൊണ്ടുപോണ്. കാവയോടെ ഇല്ല. അതെനിക്കറിയാലോ. നല്ല വീട്, ബോറടിക്കില്ലേ? ബോറടിക്കാൻ സമയം കിട്ടാറില്ല, ഭയങ്കര പണിയാ. എന്താ ഇത്ര പണി? അത് ഹലോ, എന്തെടുക്കുവാ? വർക്കില്ല കാവ്യേ. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ജ്യൂസ് കുടിച്ചായിരുന്നോ? ഇല്ല, കുടിച്ചിട്ടില്ല. ആ കുടിക്കേ. ആ, ഒരു മീറ്റിംഗ് ഉണ്ട്, കുടിക്കാം. ആ ശരി. ആ ഓക്കെ. അപ്പൊ കള്ളൊക്കെ പറയാൻ അറിയാല്ലേ? ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നേ, കുറച്ച് വർക്ക്. ഓ അതെ, ഇന്നലെ ഡോറ് തുറന്നു തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ശരിക്കും അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എല്ലാരും ഉള്ളപ്പോ. ഓ ഡയനോ, ഡയന ഇപ്പോൾ ഇറങ്ങണം. ഓ ഒരു പതിവ്രതൻ. സി, ഐ ആം മാരീഡ്, ഹാപ്പിലി മാരീഡ്. ചുമ്മാ തള്ളാതെ, ആരും അങ്ങനെ ഹാപ്പി മാരീഡ് ഒന്നും അല്ല. എല്ലാവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല. കാവ്യ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചേനെ. അത്രയ്ക്ക് സൂപ്പറാണോ കാവ്യ? ആ സൂപ്പറാ. കാവ്യ ഇപ്പോൾ അല്ല, ഡയാന ഇപ്പോൾ ഇറങ്ങണം. ഡയാന മാരീഡ് ആണോ? ആയിരുന്നു. ചിതനെ കടന്നോ? ഇല്ല. ഈ ഡയാനനെ കണ്ട കാര്യം കാവ്യനോട് പറയണോ? നിനക്ക് വട്ടാണോ? അവൾക്ക് ഒന്നാമത് ഹൈപ്പർ ടെൻഷനാ, ഇനി ഇതുകൂടെ കെട്ടുവാണോ? പക്ഷെ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്ത്? ശൈലേഷ് അങ്ങനെ ചെയ്യൂ? എനിക്ക് അറിഞ്ഞൂടാ. എന്നാലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്റെ അമ്മേ, ചോദിക്കട്ടെ? എന്തിനാ അത്ര ബിൽഡപ്പ്? അങ്ങോട്ട് ചോദിച്ചാ പോരെ. നീ എന്നെ ചതിക്കോ? ആ ചതിക്കും. അതെ, ഇങ്ങോട്ട് നോക്കി. ഞാനങ്ങനെ ചെയ്യോ? ഞാൻ ചിലപ്പോ ഒരു സീരിയൽ കില്ലറായെന്ന് വരാം, ഒരു കൊടൂര തീവ്രവാദിയായെന്നും വരാം. പക്ഷെ ഈ പറഞ്ഞത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. സ്വന്തം അച്ഛനമ്മ ചതിക്കുന്നത് കണ്ട് വളർന്നുകൊണ്ടാവാം.
അതെനിക്കാവണ്ട. ലവ് യു. ആ മീ ടു. ഇനി കിടന്നോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാവം എന്റെ പിള്ളേരൊക്കെ ഇപ്പൊ അവിടെ സാളടിച്ചിരിക്കും. ഇങ്ങനെ ചെയ്യേ. ഇങ്ങനെ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആ അങ്ങോട്ട്. ആ, അല്ല അങ്ങോട്ട്. ആ ഇങ്ങോട്ട്. ഇങ്ങോട്ട്. ഒന്ന് പഠിക്കോ. രണ്ട് സൈഡിലും അടിക്കാനുള്ളതാ. ചെയ്യല്ലേ? അങ്ങടാ ഇങ്ങടാ. ഇനി അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട്. ആ, എന്റെ പൊന്നൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഇത് മര്യാദക്ക് വൈകുന്നേരത്തിനുള്ളിൽ പഠിച്ച് സൗബിനയക്കോ. ഞങ്ങക്ക് പൂജയാവാനുള്ളതാ. പൂജ പോയിട്ട് പൂജാരി വാ, നമുക്ക് വന്ന് കളിക്കാം. ഞങ്ങള് കാണിച്ചു തരാം. കുട്ടേട്ടൻ എന്താ കാവടിയുള്ളു തന്നെ? എന്താ കുട്ടേട്ടാ? അവിടെ കുട്ടാ റിലാക്സ് 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 ചെയ്ത് അവള് പോവും. ആര്? ഡയാന അവളെ നാളത്തെ പോലെ സ്കൂട്ടിയിൽ നിന്ന് ആരോടോ വർത്താനം പറയണ്ട്. ഇപ്പൊ പോയ കൈയോടെ വെക്കാം. അവിടെ ആ കലിങ്ങിന്റെ അപ്പുറത്ത് ഞാൻ ഉറപ്പാണോ? കുട്ടേടാ ഞാൻ ആദ്യം പോവാം. എന്നെ കവർ ചെയ്ത പോലെ എനിക്കല്ലേ വഴി അറിയാമുള്ളൂ. എനിക്കൊന്നും വയ്യ ഈ കൂറ പരിപാടിക്ക്. നീ പറയുന്ന പോലൊന്നുമല്ല. അവന്മാരൊക്കെ ഡീസന്റ് ടീംസാ. എനിക്ക് നിന്റെ ഫുഡും വേണ്ട, പൈസയും വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ആരാടി ഇത്? ഞങ്ങളെല്ലാം കേട്ടു. ആരാ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഇത് എന്റെ കസിനാ. അതേതാ? ഞങ്ങളുടെ ഫാമിലി കൊളാക്കാൻ മാത്രം ശത്രുതയുള്ള കസിൻ ആരെയാ മൂദേവി? ആ, അങ്ങനെ ഒരാളുണ്ട്. അതാരാ ഞങ്ങൾ അറിയാത്തൊരു കസിൻ? പറയടി. സത്യം പറയടി. ആരടി? ഹലോ, ആരാടി നീ? ഹലോ കുട്ടേട്ടാ. എന്റെ പൂക്കിയടാ. എടാ പൂക്കിനെ പൊക്കിടാ. പൂക്കിയ നീയൊക്കെ കാരണല്ലേ കല്യാണം മുടക്കിയേ. എന്റെ പൂക്കി